ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെറുതെ ഇരുന്ന് പിരാന്തടിച്ചപ്പോൾ ഒരു ചിന്ത വന്ന് എന്താ വെച്ചാൽ അവിടെ ഒരു ചെടിച്ചട്ടിയെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാക്കി ഈ ചെടിയെല്ലാം വളർത്തുന്ന പിരാന്തെല്ലാം ഞാൻ വിചാരിച്ച് ചെടിച്ചട്ടി ചെറുങ്ങനെ ഒരു മേക്ക് ഓവർ എടുക്കാതെ. അപ്പം ഞാൻ എന്താക്കി ഒരു ചെടിച്ചട്ടി ഇങ്ങോട്ടേക്ക് എടുത്ത് 3-4 ഉണ്ടായിരുന്നു. അതിൽ നിന്നെടുത്തിട്ട് നമ്മളെ വൈറ്റ് പെയിൻറ്റ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. ഇതെല്ലാം എൻ്റെ മാപ്പിളുടെ ആണ്. ഞാൻ ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് എടുത്തായിരുന്നു. അത് എടുത്തിട്ട് ഞാൻ അതിന് അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒലിച്ച് താവുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ന്യൂസ് പേപ്പർ അടിയിൽ വിരിച്ച് കുറേ താലെല്ലാം ആയിട്ട് ഇടങ്ങേറിയിരുന്നു വൃത്തിയാക്കലെല്ലാം. പിന്നെ ഫുള്ളും ഞാൻ കവർ ചെയ്തെടുത്ത് നോക്കുമ്പോഴൊക്കെ ഫുള്ളായിട്ട് ഒലിച്ച് ഞാൻ ഒരു 3-4 കോട്ട് ഫുള്ളായിട്ട് കൊടുക്കേണ്ടതെന്ന്. പിന്നെ രാവിലെ നോക്കുമ്പോഴൊക്കെ ഏകദേശം റെഡി ആയിനെങ്കിലും ചെറുങ്ങനെ ആടുന്നിരുന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഞാനില്ലേ ഈ പെയിൻറ്റിൽ കുറേ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്ന ലൂസാണ്. ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടായിരുന്നു പെയിൻറ്റ് കാണാൻ. ഒന്നും ചെയ്യാൻ കഴിയില്ല, പെയിൻറ്റ് തീർന്നു. ആകെ ഉള്ള പെയിൻറ്റിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വയ്ക്കാം. എനിക്ക് ഇതിൻ്റെ അളവും കാര്യം അറിയാത്തത് പിന്നെ കുഴപ്പമില്ലതാ. ഇതുപോലെതാ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒലിച്ചൊലിച്ച് താന്തോറും ഞാനത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ പറ്റിച്ച് കൊടുക്കും. പിന്നെ ഞാൻ ഇവിടെ എടുത്ത പെയിൻറ്റ് എന്ന് വിചാരിച്ചാൽ നമ്മളെ വാട്ടർ പെയിൻറ്റില്ലേ, വൈറ്റ് കളറ്. നമ്മൾ ഈ ചുമരിലെല്ലാം അടിക്കുന്ന പെയിൻറ്റൊന്നും ഞാൻ എടുത്തിട്ടില്ലേ. നിങ്ങൾ ഇപ്പം ചുമരിലടിക്കുന്ന പെയിൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ആ ചെറിയ പെയിൻറ്റിൻ്റെ സാധനം വാങ്ങിച്ചാൽ മതി. വെള്ള കളറ് ഒരു കോട്ടടിച്ചിട്ട് ഞാനിപ്പോൾ ഇത് രാത്രി ആക്കിയിട്ട് ഓവർനൈറ്റ് ഫുൾ ഉണങ്ങാൻ വെച്ച് രാവിലെ നമുക്ക് നല്ലോണം ഉണങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ എന്നിട്ട് ആദ്യം അടിച്ചത് വേണ്ടേനു ഒരു കോട്ട് മതി. ഞാൻ പിന്നെ വിചാരിച്ച് ഡിസൈനെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് രണ്ടാമതും കൊടുത്ത് അന്നേരം തോന്നുന്ന ഐഡിയ വെച്ചിട്ടാണ് എല്ലാം ചെയ്തില്ലേ. പിന്നെ രണ്ടാമതും കോട്ടിങ് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ അവിടെ വെച്ച് ശരിക്കും ഉണങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എന്താക്കി പുട്ടി ഉണ്ടായിന്, കുറച്ച് പുട്ടിയിൽ കുറച്ച് വെള്ളമെല്ലാം മിക്സ് ചെയ്ത് കുറച്ച് കട്ടിക്ക് ആക്കിയെടുത്തിട്ടുണ്ടായിന്. പിന്നെ ഞാൻ വിചാരിച്ച് ഇനി ഈ വെള്ള പെയിൻറ്റിൻ്റെ മേലെ ഇപ്പോൾ പുട്ടി വന്നാൽ അത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ വലിയ വിഷയമൊന്നുമല്ലല്ലോ. കാരണം ഒരു കോട്ട് നമ്മൾ ഇന്നലെ രാത്രി കൊടുത്തിട്ടില്ലേ. എന്നിട്ട് പിന്നെ ഞാൻ അത് ഫുള്ളായിട്ട് പുട്ടീനെ കൊണ്ട് കവർ ചെയ്തെടുത്ത് കൈനെ കൊണ്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് വിടാം. കാരണം അതൊരു ഡിസൈനായിട്ട് തോന്നിക്കോട്ടെ, കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് വരുന്നതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് കളർഫുള്ളാക്കി എടുക്കാൻ പറ്റിയൊരു ഐഡിയ ആണ്. വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് പൊട്ടി മാത്രം ഇട്ടിട്ടും വെക്കാട്ടോ. എനിക്കിങ്ങനെ വെള്ളം അങ്ങനെ ഇഷ്ടമല്ല. ഇങ്ങനെ കളർഫുള്ളായിരിക്കണം. നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ട് വേണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാനിത് മാക്സിമം കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ലാസ്റ്റ് കാണാൻ പറ്റും. ഫുള്ളാക്കി ലാസ്റ്റ് എവിടെയും കളറടിക്കാൻ പറ്റാത്ത അവസ്ഥ ചെയ്ത് ലാസ്റ്റ് പുട്ട് വന്നപ്പോൾ. പക്ഷെ നല്ല ഫണ്ണായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ ഇരിക്കുമ്പോൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഫാബ്രിക് കളർ ഉപയോഗിച്ചിട്ടാണ് വൈറ്റ് ലെയർ ഫിൽ ചെയ്യുന്നെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണോ, മാക്സിമം ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിപ്പം ബ്രഷ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് വേണമെങ്കിൽ ഇതുപോലെ ഒലിച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് ഞാൻ ആക്കാന്ന് വെച്ചിട്ട് വലിയ ബ്രഷ് ഉണ്ടായിന്. പിന്നെ നമ്മളെ വാളിനടിക്കുന്ന പെയിൻ്റല്ലേ, ആ കോൺഫിഡൻസിൽ അടിച്ചതാണ്. നമ്മൾ മാക്സിമം ഇപ്പം അങ്ങനത്തെ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് ഓണം പോലെ എന്ന് അറിയുന്ന പോലെ ചെയ്തെടുത്തിയാണിത്. പുട്ടി എല്ലായിടത്തും ആക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കാണാനൊരു അരങ്ങിന്, വേറെ ഒന്നുമില്ല. ഇപ്പം വൈറ്റ് മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് അതിനെന്തെങ്കിലും ഒരു ഡിസൈൻ പോലെ കൊടുക്കണ്ടേ. ജസ്റ്റ് പ്ലെയിൻ ആകുമ്പോൾ ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ലുക്ക് കിട്ടും. ഇതാകുമ്പോൾ അത്യാവശ്യം കാണാനും വെച്ചിട്ടുണ്ടാവും. പിന്നെ ഞാനിവിടെ നമ്മളെ ഫാബ്രിക് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറേ കളർഫുള്ളാക്കുന്നുണ്ട്, പിന്നെ കുഴപ്പമില്ല. ഇത് ഞാൻ കുറേ ടൈമൊന്നും ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായില്ല. ഒരു 2 മണിക്കൂർ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൂ. നല്ല വെയിലത്ത് കൊണ്ടിട്ട് വെച്ച് നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ടായി. പിന്നെ ഞാൻ എൻ്റെ കലാപരിപാടികൾ തുടങ്ങി.
बस रह गए हैं जिनमें हो तुम हम सफर में बस रह गए हैं जिनमें हो तुम हम सफर में Ever since I left the city അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്രിയേറ്റീവ് വീഡിയോ ഉടൻ തന്നെ വരും.